സൈക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊണ്ടയൊക്കെ ഞണ്ട് നിൽക്കിയ പോലെ തോന്നുന്നുണ്ടായിരിക്കില്ലേ? കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു. സമയം 5:30 ആയുള്ളൂ ഗൈസ്. ഞാൻ ഒരു തരത്തിൽ ഒന്നിത്തള്ളി എണീറ്റ് വന്നത്. അമ്മ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എന്നെ ഈ വഴിക്കൊക്കെ കാണുന്നത്. അമ്മ കാട്ടി വരുമ്പോൾ മുട്ടിമിക്ക് വയ്യ, പ്രായത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അമ്മ കാട്ടിലോട്ട് പോയി. അപ്പോൾ എണ്ണ വിടണ്ടേ, മോർണിംഗ് ഡ്യൂട്ടി. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്ന് ചായ വെച്ചു. ചോറൊക്കെ ഞങ്ങൾ ഇന്നേ തിളപ്പിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയാൽ മതിയല്ലോ. പിന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. രാവിലെ കാപ്പിക്ക് ദോശയാണ്. ദോശയും ചിക്കനും പിന്നെ ഒരു പയറ് മെഴുക്കുവരട്ടിയും കൂടി വെക്കണം. വേറെ പരിപാടിയൊന്നുമില്ല. രാവിലെ കാലത്ത് തന്നെ ഉറക്കമില്ലാത്തൊരു മൂങ്ങ എണീറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് തിരിഞ്ഞു കിടന്ന് ഗൈസ്. ഏട്ടൻ എന്നെ ഏൽപ്പിച്ചിട്ട് ഏട്ടൻ പോയി കിടന്നുറങ്ങി. വലിയ ബഹളമൊന്നുമില്ല, ഇവിടെ അങ്ങനെ കിടന്നോളൂ. കാലത്തെ പണിയിലോട്ട് ഇവിടെ ഗൈസ്. കാലത്ത് തന്നെ ചായ കുടിച്ചു തുടങ്ങും. ഇതങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ഓടത്തില്ല. മണിക്ക് കാലത്ത് കുട്ടിദോശയാണ് ഉണ്ടാക്കിയത്, അതും ചിക്കൻ കറിയുണ്ട്. മണി കഴിക്കാതെ റെഡിയായി സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുകയാണോ? ജലദോഷമാണ്. അപ്പോൾ ആശുപത്രി വരെ ഒന്ന് പോകണം. അച്ഛൻ ടോക്കൺ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പണിക്ക് ഫുഡ് കൊടുക്കട്ടെ. കുറച്ച് ദിവസമായി പനിയും ജലദോഷമൊക്കെ തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോൾ അച്ഛനിപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോൾ ഞങ്ങൾ കണ്ണമ്പ്ര ആശുപത്രിയിലേക്കാണ് പോകുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. നല്ല ഡോക്ടേഴ്സാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോയി കാണിക്കാനായിട്ട് പോവുകയാണ്. മണിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും എൻ്റെ വല്ലതും കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്ത് കിട്ടിയാലും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വേനൽക്കാലം ആയപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ നിറയെ ആൾക്കാരായി. എല്ലാത്തിനും പനിയും ചുമയും ജലദോഷവും തന്നെ. അച്ഛൻ നേരത്തെ ചെന്ന് ടോക്കൺ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ കാണാനായിട്ട് പറ്റി. എല്ലാവരും സേഫായിട്ടിരിക്കുക, മഴയൊന്നും നനയാതിരിക്കുക, കുട്ടികളെ ഒന്നും മഴ നനയിക്കാതിരിക്കുക, സമയത്തിന് മരുന്നും ഫുഡും ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നൊരു ചെറിയൊരു മിനി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.